നാടിനെ നടുക്കിയ കേരളം ഞെട്ടിയൊരു കൊലപാതക വാർത്ത ഇന്നലെ പുറത്തുവന്നത് കോട്ടയം തിരുവാതുക്കലിൽ നിന്നായിരുന്നു. അതിക്രൂരമായി നടത്തിയ ഇരട്ടക്കൊലപാതക കേസിലെ അറസ്റ്റിലായ പ്രതി അസം സ്വദേശിയായ അമിത് ഒറാങ്ങിനെ തൃശൂരിൽ നിന്ന് കോട്ടയത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. തെളിവെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നതോടെ ഷിനോജ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷിനോജ്, ഈ കേസിനെ സംബന്ധിച്ചോളം തെളിവുകൾ പ്രതി തന്നെ നശിപ്പിച്ച ഒരു കേസാണ്. അപ്പോൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അപ്പുറം സാഹചര്യമായിട്ട് അവിടെ എങ്ങനെയായിരുന്നു ഈ പ്രതി കൃത്യം നിറവേറ്റിയത് എന്ന് പ്രതി തന്നെ വിവരിച്ച് പോലീസിനെ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രതിയെ കൊണ്ടുള്ള തെളിവെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നാട്ടുകാരൊക്കെ തന്നെ തടിച്ചുകൂടിയിട്ടുണ്ടോ? പോലീസ് എത്രത്തോളം സുരക്ഷ ഒരുക്കിയാണ് ഇപ്പോൾ പ്രതിയെ അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്? ഷിനോജ്. പ്രതീക്ഷ തീർച്ചയായും കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെയാണ് ഈ ഇരട്ട കൊലപാതക കേസ് പ്രതിയായിട്ടുള്ള അമിത് ഒറാങ്ങിനെ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ കൊലപാതകം നടന്ന തിരുവാതിക്കലുള്ള വീട്ടിൽ നിന്ന് ഏകദേശം വീടിൽ നിന്ന് പുറകിലായിട്ട് ഒരു 300 മീറ്റർ മാറിയിട്ടുള്ള ഒരു നിലവിൽ എത്തിച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നതനുസരിച്ചാണെങ്കിൽ ഈ പ്രതി ഈ കൊലപാതകം നടത്തിയതിനു ശേഷം CCTVയുടെ DVR ഉൾപ്പെടെയുള്ളവ അപഹരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ എത്തി ഈ CCTVയുടെ DVR ഉൾപ്പെടെയുള്ളവ ഇവിടെ ഒഴുക്കിക്കളഞ്ഞു എന്നൊരു മൊഴിയാണ് പ്രാഥമികമായി പോലീസിന് ഇരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ പോലീസ് ഈ പ്രതിയുമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോട് കൂടിയാണ് പുലർച്ചയോട് കൂടിയാണ് ഈ പ്രതിയെ പോലീസ് തൃശ്ശൂരിൽ നിന്ന് പിടികൂടിയത്. ഒരു കോഴി ഫാമിൽ നിന്ന്, മാളയിലുള്ള ഒരു കോഴി ഫാമിൽ നിന്നാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. അവിടെ നിന്നും ഷിനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പ്രതി അമിത്തിനെ സംബന്ധിച്ചോളം അമിത്തിലേക്ക് എത്തുന്നത് പോലീസ് വളരെ വിശദമായി തന്നെ ഈ കേസിൻ്റെ പുറകെ പോയിരുന്നു. ആദ്യം തന്നെ സംശയിച്ച ആളിലേക്ക് എത്താനും കഴിഞ്ഞു. ഇനി പ്രതിയെ സംബന്ധിച്ചോളം ആ DVR വളരെ പ്രധാനപ്പെട്ടതാണ്. ആ DVR വീണ്ടെടുക്കുക, പിന്നീട് എങ്ങനെയാണ് പ്രതി അകത്തേക്ക് കയറിയത്, എങ്ങനെ ഈ കൃത്യം നടത്താൻ ഉള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ നേരിട്ട്, കാരണം പോലീസിനെ സംബന്ധിച്ചോളം പോലീസിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അത് വിവരിക്കുന്നു. ഏത് സമയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിവരിച്ച് നൽകുമ്പോൾ അത് റെക്കോർഡ് ചെയ്യണം പോലീസിന്, അത് ഡേറ്റയാക്കി മാറ്റണം. എന്നിട്ട് മാത്രമേ ഈ കേസിനെ സംബന്ധിച്ചോളം തെളിവുകൾ സമാഹരിക്കാൻ കഴിയുള്ളൂ. അല്ലേ? തീർച്ചയായും. ഷിനോജ് എസ്റ്റി അവിടെ നിന്ന് തുടരുന്നുണ്ട്. ഷിനോജ, തെളിവെടുപ്പ് അവിടെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായേക്കാം, സ്വാഭാവികമാണ്. അത് മുൻകൂട്ടി കണ്ട് വലിയ പോലീസ് സന്നാഹത്തോടെ തന്നെയാണ് പ്രതി അവിടെ എത്തിച്ചിരിക്കുന്നത്. നാടിനെ നടുക്കിയ കൊലപാതകമാണ്, അതുകൊണ്ട് ആ രീതിയിലുള്ള സുരക്ഷ ഇവിടെ ഉണ്ട്. എന്തായാലും പ്രതിയെ പിടികൂടി ആദ്യഘട്ടത്തിൽ പരിശോധന ഉൾപ്പെടെയുള്ള പൂർത്തിയാക്കിയുള്ളത്. അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി ആദ്യഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യലൊക്കെ തന്നെ നടന്നു. ആ ചോദ്യം ചെയ്യലിലാണ് ഈ DVR, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ഈ DVR തന്നെയാണ്. പ്രത്യേകിച്ച് ഏകദേശം 16ഓളം CCTVകൾ ഈ വീടിനകത്ത് ഉണ്ട് എന്നാണ് നമുക്ക് പോലീസിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തറിയാവുന്ന ആൾ തന്നെയാണ് ഈ കുറ്റകൃത്യം നടത്തിയത് എന്ന് പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ ഈ അവിടെ ഏകദേശം ഒരു 3 വർഷം മുൻപ് ഇത്തരത്തിൽ ജോലി ചെയ്ത ഈ അമിത് എന്ന് പറയുന്ന ഈ അസം സ്വദേശിയിലേക്ക് പോലീസ് കാര്യങ്ങൾ എത്തുന്നത്. ഇന്ന് രാവിലെയോടുകൂടി, അതായത് ഈ കൊലപാതകം നടന്ന് ഏകദേശം 24 മണിക്കൂറും തികയുന്നതിന് മുൻപ് തന്നെ പോലീസ് ഈ പ്രതിയിലേക്ക് എത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ തെളിവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ടോ? കാരണം ഈ സംഭവം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുളവാക്കിയൊരു സംഭവമാണ്. അപ്പോൾ പ്രതിയിലും ഒരു വലിയൊരു ആകാംക്ഷ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതി ഒന്ന് കാണാൻ വേണ്ടി ആ നാട്ടുകാരൊക്കെ ഒരുപാട് പേര് അവിടേക്ക് എത്തുന്നുണ്ടല്ലേ? തീർച്ചയായും പ്രതീക്ഷ. കാരണം കണ്ടാൽ ഒരു 23 വയസ്സ് മാത്രം ഉള്ളതാണ് ഈ പ്രതിയായിട്ടുള്ള അമിത്തിന്റെ പ്രായം എന്ന് പറയുന്നത്. പക്ഷെ കണ്ടാൽ നമുക്കൊരു 18-19 വയസ്സൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു മുഖവും ശരീരമൊക്കെയാണ് ഈ നിലവിൽ ഈ പ്രതിക്കുള്ളത്. അത്തരത്തിൽ ഉള്ള ഒരാൾ, കാരണം അവരുടെയൊക്കെ ഇത്തരത്തിൽ ഇവിടെ നേരത്തെ തന്നെ ഇവിടെ ജോലി ചെയ്തിരുന്ന അവർക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്ന് രാവിലെയോട് കൂടി പുറത്തു വരുന്നത്. കാരണം അവരൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിൽ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന, ഇവിടെ കഴിഞ്ഞ കുറെ നാളുകളായി ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തിയതെന്ന് നാട്ടുകാരെ സംബന്ധിച്ചൊക്കെ തന്നെ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള വാർത്തകൾ, സ്ഥിരീകരണങ്ങളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ നാട്ടുകാരൊക്കെ ഇതിൽ പരം ഉൾക്കൊള്ളുകയാണ്. എന്തായാലും വളരെ നിർണായകമായ ഒരു തെളിവെടുപ്പിലേക്ക് പോലീസ് ഇപ്പോൾ കടക്കുകയാണ്. ഇവിടെ നിന്ന് ആദ്യം ഈ DVRന്റെ വിവരങ്ങൾ, അതായത് ഈ കൊല നടത്തിയതിനു ശേഷം ഈ DVRകൾ, CCTVയുടെ DVR ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് ഈ പ്രതിയുടെ ആദ്യഘട്ടത്തിലുള്ള മൊഴി എന്ന് പറയുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിലവിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇനി വീട്ടിൽ, അതായത് ഈ കൊല നടത്തിയ വീട്ടിൽ പ്രതിയുമായുള്ള തെളിവെടുപ്പുണ്ടാകും. തുടർന്ന് ഈ പ്രതി താമസിച്ച
അതായത് ഈ കൊല നടത്തുന്നതിന് വേണ്ടി കൃത്യമായ ഒരു പ്ലാനോട് കൂടിയാണ് പ്രതി എത്തിയത്. 3 ദിവസം 19-ാം തീയതി മുതൽ 19, 20, 21 ഈ 3 തീയതികളിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷന് മുൻപിലായിട്ടുള്ള ഒരു ലോഡ്ജിൽ ഇദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ ലോഡ്ജിലെത്തിയും തെളിവെടുപ്പ് നടത്തും. അങ്ങനെ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ പോലീസ് നടത്തിയത്. എന്തായാലും ഇതിൽ ഏറ്റവും നിർണായകമായ തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തീർച്ചയായും എന്തായാലും വ്യാപകമായ ഒരു അന്വേഷണം തന്നെ വേണം. ഈ നഷ്ടപ്പെട്ട DVR എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ് ഈ ഒരു അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഒരു നിർണായകമായ തെളിവ് എന്ന് പറയുന്നത്. ഷിനോജ്, ഈ പ്രതി ഈ ഒരു തെളിവെടുപ്പിനോടൊക്കെ സഹകരിക്കുന്നുണ്ടോ? ആദ്യമായി ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണവുമായി സഹകരിക്കാൻ ഈ പ്രതി തയ്യാറായിരുന്നില്ല. തുടർന്ന് തെളിവുകൾ, പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പോലീസിന്റെ കയ്യിലുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കിയതോടുകൂടിയാണ് ഈ പ്രതി കുറ്റം സമ്മതിച്ചത്. ആദ്യഘട്ടത്തിൽ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ ഇതൊരു കുടുംബവൈരാഗ്യം, അതായത് തന്റെ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഈ സ്ഥാപനത്തിൽ, അതായത് ഈ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ സ്ഥാപനത്തിൽ ഓഡിറ്റോറിയത്തിൽ ഈ പ്രതിയായിട്ടുള്ള അമിത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടാണ് ജോലി ചെയ്തത്. അതേ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ മോഷണവുമായി ബന്ധപ്പെട്ട കാരണം ഒരു 6 മാസം മുൻപ് ഇത്തരത്തിൽ ഇവിടുന്ന് ഈ വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ മോഷണം പോകുന്നു. ആ മൊബൈൽ ഫോണിൽ നിന്ന് കുറച്ച് പണം, ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ ഇയാൾ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ആ സമയത്ത് ഇയാൾ കേസിലാകുന്നു, ജയിലിൽ പോകുന്നു. ആ സമയത്ത് തന്റെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് തിരിച്ച് ആസാമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അത്തരത്തിൽ തന്റെ കുടുംബജീവിതം തകർത്തത് ഈ വിജയകുമാർ ആണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നയിച്ചത്. ഇതൊരു മോട്ടീവാണ് നിലവിൽ പോലീസിന് മുൻപിലുള്ളത്. എന്തായാലും ശാസ്ത്രീയമായ പരിശോധനകളൊക്കെ തന്നെ ഇതിൽ നിർണായകമാണ്. അതിൽ ഏറ്റവും നിർണായകമാണ് ഈ തെളിവെടുപ്പ്. ശരി, എന്തായാലും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്.